മോനേട്ടോ ചായ കുടിക്കാൻ എന്തെങ്കിലും തരാമോ? കൈക്ക് പണി വല്ല പണിയെടുത്ത് ജീവിക്കാൻ നോക്കടാ. അശ്വതി പൂരം, ലക്ഷ്മി പൂരാടം, ശാലിനി അമ്പലത്തിൽ വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. വരാമെന്ന് എന്നോടും പറഞ്ഞിരുന്നു. നമുക്കൊന്ന് അവളുടെ വീട് വരെ പോയാലോ? അത് വേണോ? പിറന്നാളുകാരിയെ വീട്ടിൽ അന്വേഷിക്കില്ലേ? ചേട്ടാ, എന്റെ കൂട്ടുകാരിയുടെ വീട് വരെ ഒന്ന് പോണം. അതിനെന്താ, കേറിക്കോ, ഞാൻ കൊണ്ടുപോയി. വണ്ടി പോവില്ലാത്ത വഴിയാ. അത് വീട് ഇവിടെ അടുത്താ, ഞങ്ങൾ നടന്നു പൊക്കോളാം. ചേട്ടൻ ചേച്ചിയും കുട്ടി വീട്ടിലേക്ക് വന്നേ. മോളുടെ കൂടെ നിനക്കും അമ്പലത്തിൽ പോകാമായിരുന്നില്ലേ? അതെങ്ങനെയാ? കൂട്ടുകാരികളുടെ കൂടെ പോണമെന്ന് അവൾക്ക് ഒരേ നിർബന്ധം. എടി, ഇന്നലെ ഒരുത്തൻ എന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു. പിന്നെ അവന് നമ്പർ എങ്ങനെയാ കിട്ടിയെന്ന് അറിയില്ല. എടി, നിനക്ക് നിന്റെ സിം മാറ്റിക്കളയാൻ പാടില്ലായിരുന്നോ? പിന്നെ അവൻ അങ്ങനെ മെസ്സേജ് അയക്കും? അയ്യോ, അത് ശരിയാവില്ല. അതൊന്നും സാരില്ലാടി, വീട്ടിലറിയില്ല. എന്താ മോനെ, പെമ്പിള്ളാരെ കണ്ടപ്പോ വേണ്ടി തന്നെ ഒന്ന് പോയോ? എന്റെ പൊന്നളിയാ, വെറുതെ തടി ചെയ്ത ഇത്ര നല്ല പെമ്പിള്ളാരെ ഞാൻ ഇപ്പഴാ കാണുന്നത്. അയ്യോ എടാ, പോലീസ് പോലീസ്. എടാ പണി പാടി, ഹെൽമെറ്റ് ബുക്കും പേപ്പറും ബുക്കും പേപ്പറും ഉണ്ട് സാർ കയ്യിൽ. ഹെൽമെറ്റിൽ വണ്ടി ഓടിക്കരുത് അറിഞ്ഞൂടാ. നീക്കി വെക്ക. നീ വണ്ടി നിങ്ങളുടെ ഇറങ്ങിക്കടാ. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കണേ. നിന്നെയൊക്കെ ബുക്കും ആരായാലും വേണ്ടില്ല. മര്യാദക്ക് ഹെൽമെറ്റ് നിർബന്ധം. ഹെൽമെറ്റ് മസ്റ്റാ. എന്നാ സാറേ പ്രശ്നം? പിള്ളേർക്ക് ഹെൽമെറ്റ് ഇല്ല, ബുക്കും പേപ്പറും ഇല്ല. ഈ പിള്ളേർ ഇങ്ങനെ ഹെൽമെറ്റും ഇല്ലാതെ കറങ്ങി തിരിഞ്ഞാടുന്ന അത് ശരിയാവോ പ്രശ്നം? അത് പോട്ടെ സാറേ, അത് നമുക്ക് വേണ്ടപ്പെട്ട പിള്ളേരാണ്, പ്രശ്നക്കാരൊന്നുമല്ല. ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിക്കുക, പാവങ്ങളാന്നേ. അത് ശരി. അപ്പൊ പ്രസിഡന്റ് വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ? കുഴപ്പമില്ല സാറേ, എനിക്കറിയാവുന്ന പിള്ളേരാന്നേ. പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് ഇപ്രാവശ്യങ്ങളെ വിട്ടു. മേലാല് ഹെൽമെറ്റ് ഇല്ലാണ്ട് റോഡിലിറങ്ങിയ നിന്നോട് കൂടിയാ പറഞ്ഞേ കേട്ടോ. ഇപ്പൊ പുറയിലിരിക്കണവനും ഹെൽമെറ്റ് വേണം. പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് ഇപ്രാവശ്യത്തേക്ക് വിട്ടേക്കും. മനസ്സിലായല്ലോ? ശരി സാർ. കൊടുത്തരാം. ഇപ്പോഴത്തേക്ക് വെക്കോ. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. വെക്കോ. എന്നാ പിന്നെ ശരി. അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നു. കൂട്ടുകാരികളൊക്കെ എന്തിയേ? അവരപ്പുറത്തുണ്ട്. ഇതാരൊക്കെയാ? ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട് എന്താ വൈകിയത്? തോട്ടത്തിൽ പണിക്കാരുണ്ടായിരുന്നു. എടാ മോനെ, ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇപ്പൊ അല്ല, ഓൺലൈൻ ക്ലാസ് അല്ലേ, ഇപ്പൊ സ്കൂളിലൊന്നും പോകണ്ടല്ലോ. അകത്തിരുന്ന് സംസാരിക്കാം. ക്ലാസ്സിൽ എങ്ങനെ പോകുന്നു? ആ അളിയ, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. അല്ലേ, തോട്ടത്തിൽ പണിക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ടുകളല്ലേ? ഒന്നാമത്തെ പണിക്കാരെ കിട്ടാനില്ല, ഈ പായിമാരെ കൊണ്ട് പണിയിപ്പിക്കണ്ടേ. ആ നമസ്കാരം മാഷേ. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖം. ഓ ഇരിക്കേ. മോളെന്തി? മോൾ ഉള്ളിലുണ്ട്. മോളെ, മാഷ് വന്നിട്ടുണ്ട്. സുഖല്ലേ? ഇപ്പൊ വന്നേ ഉള്ളൂ. പിറന്നാളായിട്ട് കൂട്ടുകാരികളൊക്കെ വന്നോ? എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് സന്തോഷമായി കാണും അല്ലേ? നന്നായി പഠിക്കുന്നുണ്ടല്ലോ. നന്നായി വരട്ടെ. ചേട്ടാ, ഇതെങ്ങോട്ടാ? ഞാനിപ്പോ വരാം. മമ്മി, ചേട്ടാ എങ്ങോട്ടാ പോകുന്നു? മോനെ, എങ്ങോട്ടാ? സാറിന്റെ മോക്കടെ ബർത്ത്ഡേക്ക് പോകണം. അച്ഛൻ ഇപ്പൊ വരും. ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോവാമ്മേ. ഞാനങ്ങ് വന്നേക്കാം. യാത്രയായില്ലേ? ഞങ്ങൾ റെഡി. മോളെ വാ.
സമയം ഒരുപാടായി. മോനെന്തേ? മോൻ അങ്ങോട്ട് വന്നോളൂ. ആ വാ. ആശാനെ ആശാന്റെ പഴയ ധൈര്യമൊക്കെ അങ്ങ് പോയോ? ബലമായി പോയി. അല്ലേ ഈ ഗുണ്ടവാസുകാരനെന്ന് അവൻ അറിഞ്ഞാനെ. എന്താടോ ഇവിടെ പരിപാടി? വെറുതെ ഇവിടെ ഇരുന്നാ സാറേ. എന്താടോ ക്ലാസ് ഒക്കെ ഇവിടെ ഇരിക്കുന്നത്? ചുമ്മാ ഇവിടെ നിന്ന് ഇരുന്നതാ സാറേ. നീയൊക്കെ നന്നായാൽ നിനക്ക് കൊള്ളാം. ഓഹോ. പിന്നെ ഹായ് ഹായ്. ഹായ് മെമ്പറെ, എന്തുണ്ട് വിശേഷം? സുഖായി. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? കുഴപ്പമില്ല. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എന്നാണ്ടിപ്പാ? ഹാപ്പി ബർത്ത്ഡേ ടു യു. കയറുക. ഹലോ. ഹാപ്പി ബർത്ത്ഡേ മോളു. അയ്യോ ആശാനെ പോലീസ്. പോലീസുകാരുടെ ഒരു കാര്യം, ഒരു പണി ചെയ്യാനും സമ്മതിക്കില്ലാന്നേ. അതെ, ഈ 4 പേര് കൂടുന്നത്തുള്ള നിന്റെ മോശ പരിപാടി നിർത്തിക്കൂ. എനിക്ക് തല്ലുകൊള്ളാൻ പറ്റില്ല. ഞങ്ങളുടെ പ്രിയമകൾ അശ്വതിയുടെ പിറന്നാൾ ദിനത്തിൽ വന്നു ചേർന്ന എല്ലാ അതിഥികൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്.
എൻ്റെ മകളുടെ ജന്മദിനത്തിന് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും കഴിച്ചിട്ടേ പോകാവുള്ളൂ. അയ്യോ, നാത്തൂന്റെ മാല എവിടെ? അയ്യോ എന്റെ മാല കാണുന്നില്ല ചേട്ടാ. ആ? മാല കാണുന്നില്ല. അത് ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ ഇവിടെയൊക്കെ നോക്കി, മാല കാണുന്നില്ല. ആരും വെളിയിൽ പോയരുതേ. ഒരു മാല കാണാതെ ആയിട്ടുണ്ട്. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ മാല തിരിച്ചു കൊടുത്തേക്ക്. ഒന്ന് സെർച്ച് ചെയ്യൂ. എടാ അതിനിടയ്ക്ക് നീ പണി ചെയ്തോ? ആശാനെ, എന്നെക്കാളും വലിയൊരു കള്ളനുണ്ടോ അവിടെ? അത് വേണ്ട സാർ. ഞങ്ങളുടെ മകളുടെ പിറന്നാളോടനുബന്ധിച്ച് ഞാൻ ക്ഷണിച്ചു വരുത്തിയ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. മാലയുടെ പേരിൽ ആരെയും ചോദ്യം ചെയ്യേണ്ട. എനിക്കെല്ലാവരുടെയും സ്നേഹം മാത്രം മതി. ഓക്കെ, ശരി എന്നാ.